മുസ്ലിം ലീഗിലെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ്. ഒരു മണ്ഡലത്തിന്റെ കമ്മിറ്റി ചെയർമാനാണ്. സ്ഥാനാർത്ഥിയെ തന്നെ വേദിയിലിരുത്തി മണ്ഡലം കൺവെൻഷൻ നടത്തിയ പ്രസംഗം കേരളം ലജ്ജയോടുകൂടിയാണ് ഇന്ന് കേട്ടത്. എന്താണ് ആ പ്രസംഗത്തിൽ പറയുന്നത്? വീണ്ടും അവരുടെ നാക്ക് ചാതുരി കൊണ്ടും ശരീര അഴകുകൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ടും അത് തന്നെ വിൽപ്പന ആക്കാൻ വെച്ചുകൊണ്ടും വീണ്ടും അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നോക്കൂ, എന്തോരം സ്ത്രീവിരുദ്ധമായ ഒരു വാചകമാണ് ഇർഷാദ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ശരീര അഴകുകൊണ്ട്, നാക്കിന്റെ ചാതുരി കൊണ്ട് അതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇർഷാദ് അർത്ഥമാക്കിയിരിക്കുന്നത്? അവിടെ മത്സരിക്കുന്ന യു പ്രതിഭ എന്ന കായംകുളത്തിന്റെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള MLA അവരുടെ അഴകുകൊണ്ടാണോ ആ മണ്ഡലം അടയാളപ്പെടുത്തിയിരിക്കുന്നത്? കായംകുളത്തിന്റെ വികസന രേഖയിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന 60 കോടി, കുടിവെള്ള പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന 519 കോടി, ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന 75 കോടി, പാലങ്ങൾക്ക് വന്നിരിക്കുന്ന 197 കോടി, 517 റോഡുകൾക്ക് 226 കോടി, 3937 മനുഷ്യർക്ക് അന്തിയുറങ്ങാൻ കൂരകൾ, മുഖ്യമന്ത്രിയുടെ ചികിത്സാ ദുരിതാശ്വാസത്തിൽ വന്നിരിക്കുന്ന 23.58 കോടി, ഇങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ കായംകുളം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു MLA ആണ് അവരുടെ ശാരീരിക അഴകളവ് വെച്ചുകൊണ്ട് ഒരു നേതാവ് ഒരു പൊതുവേദിയിൽ വന്ന് അടച്ചാക്ഷേപിക്കുന്നത്. ആ ആക്ഷേപിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാമോ സ്മൃതി? അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരിൽ ഒരാൾ പോലും ആ നിമിഷം ഈ മണ്ഡലം കമ്മിറ്റി ചെയർമാനെ തിരുത്തിയില്ല. ഒരാളെങ്കിലും എഴുന്നേറ്റ്, സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവോ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങളിൽ തിരുത്തുണ്ട്, അങ്ങനെ ഒരു വാചകം പറയാൻ പാടില്ലായിരുന്നു, അഴക് സെയിൽ ചെയ്തുകൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപമാണ് ഉയർത്തിയിരിക്കുന്നത് നോക്കൂ. നമ്മുടെ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ എത്രമാത്രം ഈ ആണുങ്ങളുടെ അഥവാ ഈ കമോഡിഫിക്കേഷന് വിധേയമായിക്കൊണ്ടിരിക്കുക. നമ്മളതിനെ പറയുമല്ലോ, ഒരു വസ്തുവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ഒരു ചരക്കുവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ സ്ത്രീ അവൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ബസ്സിൽ കയറുന്ന സ്ത്രീക്ക് പോലും എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. അവൾക്ക് അഴകളവുള്ളവളാണെങ്കിലും അഴകളവുള്ളവളല്ലെങ്കിലും സ്ത്രീ എന്ന് പറയുന്ന ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ട് തന്നെ സമൂഹത്തിൽ വിലക്കുകൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് യു പ്രതിഭയുടെ 10 വർഷത്തെ മണ്ഡലത്തിലെ MLA എന്നതിലൂടെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യാനുള്ള ആ നീക്കം തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും